വെൽക്കം ബാക്ക് ടു റിവിഷൻ ടോക്ക്. ഇന്ന് നമ്മൾ +1 കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടൻസിയിലെ ആദ്യ ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അതായത് AICPA, ഇൻ 1941 അവരുടെ ഡെഫിനിഷനാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. അപ്പോൾ നമുക്കതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവാം. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ആർട്ട് ഓഫ് എങ്ങനെയുള്ള കലയാണ്? ആർട്ട് ഓഫ് റെക്കോർഡിങ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ളത് നമുക്ക് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്, അതിന് ജേണൽ എന്ന് പറയും അല്ലേ. അങ്ങനെ ജേണൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണം? നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫയിങ്, അതായത് അതിനെ ലെഡ്ജർ അക്കൗണ്ടുകളാക്കി മാറ്റണം. ഓരോ ടൈപ്പ് അക്കൗണ്ടിങ്ങിന് സെയിൽസ് ആണെങ്കിൽ സെയിൽസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, ഇങ്ങനെ നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്നത് നമുക്കറിയാം ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള കാര്യങ്ങളെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്. ഇനി ബാക്കി നോക്കുക. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ അല്ലേ. ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനും ക്ലാസിഫൈ ചെയ്യുന്നതിനും സമ്മറൈസ് ചെയ്യുന്നതും ഒക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. ഇപ്പം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ജേണൽ എന്ന് പറഞ്ഞു, അത് പ്രത്യേക രീതിയിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യുന്നത്. ക്ലാസിഫൈ ചെയ്യുന്നതിന് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയും, അതൊരു പ്രത്യേക രീതിയിലാണ്. സമ്മറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്രത്യേക മാനറിലാണ്, ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. മാത്രമല്ല നമ്മൾ എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്. അപ്പോൾ ഒന്നുകിൽ അത് പണത്തിൽ എക്സ്പ്രസ് ചെയ്തിരിക്കണം. അവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ബിസിനസ് ട്രാൻസാക്ഷൻസ്, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും ഈവൻറ്റ്സും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. എങ്ങനെയുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസും ഈവൻറ്റ്സും മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ട്രാൻസാക്ഷൻസ് മാത്രമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഈവൻറ്റ്സ് മാത്രമാണ്. അപ്പോൾ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് അത് എങ്ങനെയുള്ളതായിരിക്കണം? മോണിറ്ററി ടേംസിലുള്ളതായിരിക്കണം. മാത്രമല്ല വിച്ചാർ അത് അറ്റ്ലീസ്റ്റ് എങ്ങനെയെങ്കിലും ആയിരിക്കണം എന്നാണ് അവസാനം പറയുന്നത്. ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതൊരു ഫിനാൻഷ്യൽ ക്യാരക്ടറിലെങ്കിലും ആയിരിക്കണം. നമുക്ക് കൃത്യമായി പണത്തിൽ തന്നെ തരണം എന്നില്ല. ഇപ്പോൾ ചില ക്വാണ്ടിറ്റിയിൽ തന്നാൽ മതി. ഇപ്പോൾ ഇത്ര കിലോഗ്രാം ഒരു സാധനം, ഇപ്പം ഷുഗർ അല്ലെങ്കിൽ വീറ്റ് നമ്മൾ ഇത്ര കിലോഗ്രാം പർച്ചേസ് ചെയ്തു, അതിന് ഇത്ര ഒരെണ്ണത്തിന് ഇത്ര രൂപ എന്നൊക്കെയുള്ള രീതിയിൽ തന്നാലും നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് ടോട്ടൽ എത്ര രൂപ എന്നുള്ളത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് അവസാനം പറയുന്നത് എന്താണ്? ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റണം? അതിൻ്റെ റിസൾട്ടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ഓഫ് എ ബിസിനസ്, ഇങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ചില സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാനേഴ്സ് ഉണ്ട്. മാത്രമല്ല നമ്മുടെ ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്. അത് എങ്ങനെയുള്ളതായിരിക്കണം? ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കണം, പണത്തിലോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതോ ആവണം, അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടറിലെങ്കിലും ആവണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കിയാൽ ഇത് പഠിക്കാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഈ ഏരിയ ഡെഫിനിഷൻ ഒന്നുകൂടെ നോക്കുക. അക്കൗണ്ടിങ് അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, accounting is the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഈ ഡെഫിനിഷനിൽ നിന്നും കേട്ട കാര്യങ്ങൾ തന്നെയാണ് ഏറെക്കുറെ നമ്മുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. കാരണം അങ്ങനെയാണല്ലോ, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ തന്നെ അതിൻ്റെ എല്ലാ ഫങ്ഷൻസും അടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡിങ്. ഇറ്റ് ഈസ് ഡൺ ഇൻ ദ ബുക്ക് കാൾഡ് ജേർണൽ.
അല്ലേ? ആദ്യം തന്നെ റെക്കോർഡിംഗ് ആണ്. ദിസ് ഈസ് ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എന്തെന്ന് പറയുന്നത്, റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പം മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് എന്ത് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ അത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണോ ഈവൻറ്റ്സ് ആണോ എന്നൊക്കെ നോക്കണം. എന്നിട്ട് നോക്കി അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ജേണൽ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്കൊക്കെ പോകുന്ന സമയത്ത് ജേണൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ദെൻ രണ്ടാമതായിട്ട് ക്ലാസിഫൈയിങ്. എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് വർക്ക്, അല്ലേ, ഈസ് ഡൺ ഇൻ ദ ബുക്സ് കാൾഡ് ലെഡ്ജർ. ആ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തുന്നത് ഏത് ബുക്കിലാണ്? ലെഡ്ജറിലാണ്, അല്ലേ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേപോലെ ഉള്ളതിനെ നമ്മൾ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പം ക്യാഷ് ആണെങ്കിൽ അത് ക്യാഷ് അക്കൗണ്ട്, അല്ല സെയിൽസും ആണെങ്കിൽ അത് സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് ആണെങ്കിൽ അത് പർച്ചേസ് അക്കൗണ്ട്. ഇങ്ങനെ നമ്മൾ അതിനെ ഓരോ കാറ്റഗറിയാക്കി തിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ വർക്ക് ഈസ് ഡൺ ഇൻ ദ ബുക്ക്. ആ ബുക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൾഡ് ലെഡ്ജർ, അല്ലേ? ഈ ലെഡ്ജറിലാണ് നമ്മൾ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അവിടെ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് ജേണൽ കിട്ടുന്നത് പോലെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലെഡ്ജറാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ദെൻ മൂന്നാമതായിട്ട് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. സമ്മറൈസിങ്. എന്തൊക്കെയാ? ദിസ് പ്രോസസ് ലീഡ്സ് ടു ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ട്രയൽ ബാലൻസ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, അല്ലേ? നമുക്ക് ഈ സമ്മറി എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമുക്ക് ട്രയൽ ബാലൻസ് ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്ത പ്രോസസ്സെല്ലാം അരിത്തമെറ്റിക്കലി കറക്റ്റാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ട്രയൽ ബാലൻസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതിനെയാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവസാനമായിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് അത് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്നത് എന്ത് ചെയ്യാന്ന, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സമ്മറൈസിങ്. അപ്പോൾ ഡെഫിനേഷൻ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഈ ഫംഗ്ഷൻസും കൂടെ കേട്ട് കഴിയുമ്പോൾ ഡെഫിനേഷൻ കുറച്ചുകൂടെ നന്നായി മനസ്സിലാക്കാൻ വേണ്ടി ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ സമ്മറൈസിങ്. അപ്പോൾ 3 ഫംഗ്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തെ റെക്കോർഡിംഗ്, രണ്ടാമത്തത് ക്ലാസിഫൈയിങ്, മൂന്നാമത്തത് സമ്മറൈസിങ്. ദെൻ നാലാമത്തത് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്. കണ്ടോ, ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഓഫ് മണി ഓർ ഫിനാൻഷ്യൽ ക്യാരക്ടർ. അറ്റ്ലീസ്റ്റ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്നൊക്കെ നമ്മൾ പറയുണ്ടായി. ദ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ഈവൻറ്റ്സും മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. നോക്കുക അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രെറ്റ്സ്, അല്ലേ? നമ്മൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അനാലിസിസും ഇൻ്റർപ്രിറ്റേഷൻസും ആണ് നടത്തേണ്ടത്. ഇറ്റ് ഈസ് ഡൺ ഇൻ സച്ച് a way that the end user can make meaningful judgment about the financial position. അപ്പോൾ ഇത് ഈ അനാലിസിസും ഇൻ്റർപ്രിറ്റേഷൻസും ഒക്കെ നടത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ എൻഡ് യൂസേഴ്സ്, നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അവസാനമായി ഉപയോഗിക്കുന്ന ആളുകൾ, ഇറ്റ് ഈസ് ദ എൻഡ് യൂസേഴ്സ്. അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളെയാണ് നമ്മൾ എൻഡ് യൂസേഴ്സ് എന്ന് പറയുന്നത്. എൻഡ് യൂസർ ക്യാൻ മേക്ക് മീനിങ് ജഡ്ജ്മെൻറ്റ്. അവർക്ക് ഇതിനെപ്പറ്റി, നമ്മുടെ സ്ഥാപനത്തെപ്പറ്റി ഒരു മീനിങ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നടത്താൻ പറ്റുന്ന രീതിയിൽ ആയിരിക്കണം. ആ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ് ആൻഡ് റേഷ്യോസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അനാലിസിസ് ആണ്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻസ് ഓഫ് നമ്മുടെ റിസൾട്ടുകളെ, ഈ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇതിനെ അനാലിസിസ് നടത്തുകയാണ്, ഇൻ്റർപ്രിറ്റേഷൻ നടത്തുകയാണ്. അതിലൂടെയൊക്കെ തന്നെ നമ്മുടെ സ്ഥാപനത്തെ പറ്റി അത് വിശകലനം ചെയ്യുന്ന ആളുകൾക്ക്, അതിൻ്റെ എൻഡ് യൂസേഴ്സിന് നമ്മുടെ സ്ഥാപനത്തെ പറ്റി ഒരു ജഡ്ജ്മെൻറ്റിലെത്താൻ സാധിക്കും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചൊക്കെയുള്ള ഒരു ജഡ്ജ്മെൻറ്റിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ്സ്, അല്ലേ? This is done through preparation of accounting reports, ratio analysis, graphs, diagrams, fund flow statement, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞ യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്, അവർക്ക് ഈ ഡാറ്റയെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനും മറ്റുമൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ വരുത്തുന്നതിനുമൊക്കെ തന്നെ ഈ ഡീറ്റെയിൽസൊക്കെ തന്നെ ഏറ്റവും അവസാനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ്സ് എന്നുള്ളതാണ് 6ാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അക്കൗണ്ടിങ്ങിൽ 6 ഫംഗ്ഷൻസ് ആണുള്ളത്. 3 ഫംഗ്ഷൻസ് നേരത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ്, ദെൻ ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ്സ്, ദെൻ ലാസ്റ്റ് വൺ communicates data to the end users. This is done through preparation of accounting reports such as ratios, graphs, diagrams and fund flow statement. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളതിനെ കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, റിപ്പോർട്ടുകളാക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ കമ്മ്യൂണിക്കേറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ എൻഡ് യൂസേഴ്സ് അല്ലേ, യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ്. ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചൊരു ഭാഗം ഇനി മറ്റൊരു പോയിൻ്റായിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുകയാണ് അല്ലേ. ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് താല്പര്യമുള്ള, അതിൽ പലതരത്തിലുള്ള താല്പര്യങ്ങളാണ് അല്ലേ. അങ്ങനെ താല്പര്യമുള്ള, അത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മളിവിടെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്കറിയാം ഓണർ അല്ലേ. നമ്മൾ പലതരത്തിൽ നമ്മൾ ഓണേഴ്സിനെ പറയാറുണ്ട്. സോൾ ട്രേഡിംഗ് കൺസേൺസ് ആണെങ്കിൽ അത് ഒരു പ്രൊപ്പറൈറ്ററാണ്, അല്ലെങ്കിൽ സോൾ ട്രേഡറാണ്. ദെൻ പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ഓണർ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്നാണെങ്കിൽ അവിടെ ഓണർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്. അത് ഏതും ആയിക്കൊള്ളട്ടെ, ആ ഓണേഴ്സ് എന്ന് പറയുന്നത് ആ ബിസിനസ്സിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്, ഇൻവെസ്റ്റേഴ്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അവരുടെ നെറ്റ്വർത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് ഓണറാണ്. രണ്ടാമത്തെ ആളുകളാരാ? മാനേജ്മെൻറ്റാണ് അല്ലേ. നമുക്കറിയാം ഈ കൊടുക്കുന്ന ഡാറ്റ വെച്ചുകൊണ്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരെന്ത് തയ്യാറാക്കുന്നത്, അവരുടെ തീരുമാനങ്ങൾ ഈ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഡിസിഷൻസ് ഒക്കെ അവരെടുക്കുന്നത് അല്ലേ. അപ്പോൾ മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ അക്കൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മാത്രമായിട്ട് തന്നെ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചൊക്കെ ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഡാറ്റ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സിൽ നമുക്ക് രണ്ടാമതായിട്ട് പറയാവുന്ന ആളുകളാണ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നതിന് പകരം പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സാണ് അല്ലേ. കാരണം നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്ന, ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ എമൗണ്ടൊക്കെ തന്നെ അവരുടെ കയ്യിലുള്ള ആളുകളെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ ഈ എൻഡ് യൂസേഴ്സാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് യൂസേഴ്സാണ് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്, നമുക്കറിയാം നമുക്ക് ഒരുപാട് എമൗണ്ട് അല്ലെങ്കിൽ ഗുഡ്സ് ഒക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലാവാം. നമുക്ക് ക്യാഷ് തന്ന ആളുകളാവാം, ഗുഡ്സ് ക്രെഡിറ്റിന് തന്ന ആളുകളാവാം. അതേപോലെ ബാങ്കേഴ്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് ഫിനാൻസ് അവർ തന്ന ആളുകളാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കാണണമെന്നും അറിയണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളാണ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ്. നമുക്കറിയാം എംപ്ലോയീസ്, അവരുടെ കഠിനാധ്വാനം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനത്തിന് ലാഭവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം ലാഭം ഉണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നല്ല രീതിയിലാണോ അത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകളാണ് നമ്മുടെ ബിസിനസ്സിലുള്ള അതിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത്. നോക്കുക, അടുത്തതായിട്ട് ഗവൺമെൻറ്. നമുക്കറിയാം ടാക്സ് പോലെയുള്ള കാര്യങ്ങൾ അല്ലേ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഒരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരും നമ്മുടെ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻട്രസ്റ്റഡ് യൂസേഴ്സിൽ നമുക്ക് പറയാവുന്ന ആളുകളാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ്, നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നും ഗുഡ്സും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ കടമായിട്ടോ ക്യാഷായിട്ടോ ഒക്കെ ഇവിടെ വാങ്ങുന്ന ആളുകളാണ് നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും ഈ എൻഡ് യൂസേഴ്സ്, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ദെൻ സെക്യൂരിറ്റി അനലിസ്റ്റ് ആൻഡ് അഡ്വൈസേഴ്സ്, നമുക്കറിയാം ഈ മേഖലയിൽ ധാരാളം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സെക്യൂരിറ്റി അനാലിസിസ് ഒക്കെ നടത്തുന്ന, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള ആളുകളുണ്ട്. അവർക്കും ഈ ഡാറ്റ വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനമായി റിസർച്ചേഴ്സ്, സ്കോളേഴ്സ്, മീഡിയ, ഇങ്ങനെ നമുക്ക് ധാരാളം ആളുകളെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്നുള്ള രീതിയിൽ പറയാനായിട്ട് സാധിക്കും. റിസർച്ചേഴ്സ് ഉണ്ട്, സ്കോളേഴ്സ് ഉണ്ട്, മീഡിയ ഉണ്ട്. നമ്മൾ ആ പറഞ്ഞ എല്ലാ പോയിന്റും കൂടെ ഓരോന്നോരോന്നായിട്ട് പറയാതെ ഇങ്ങനെ ചുരുക്കി പറഞ്ഞതാണ് റിസർച്ചേഴ്സ്, സ്കോളേഴ്സ്, മീഡിയ, പബ്ലിക്, ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിലേക്കാണ് വരുന്നത് അല്ലേ. അക്കൗണ്ടിങ്ങിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ 4 പോയിന്റുകളാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ പെട്ടെന്ന് ഇത് പോയിന്റ് ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അല്പം ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഓരോ പോയിന്റിനെ പറ്റിയും പറയുന്നതായിരിക്കും. നോക്കുക, ആദ്യത്തെ പോയിന്റ് എന്താണ്? ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്
എന്താണ്? ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ദി ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ റെക്കോർഡ്സും എന്ത് ചെയ്യുക എന്നുള്ളതാണ്, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന പോയിന്റാണത്. കൂടുതൽ സമയം നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയേണ്ടതില്ല. രണ്ടാമത്തെ നോക്കുക, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അല്ലേ, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്ത്? കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ എൻഡ് റിസൾട്ട്, നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ എൻഡ് റിസൾട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ടത് കണ്ടുപിടിക്കുക. To find out the profit or loss of a business organization during a particular period. ഒരു പീരിയഡിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലേ, നമുക്ക് ലാഭം ഉണ്ടായോ നമുക്ക് നഷ്ടം ഉണ്ടായോ എന്നുള്ളത് കണ്ടുപിടിക്കുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യമായി നമുക്ക് എഴുതാവുന്നതാണ്. ഇതിന് മൂന്നാമത്തെ പോയിന്റിലേക്ക് വരിക, അസർട്ടൈൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് ദ ബിസിനസ്, വാട്ട് ആർ ദ അസറ്റ്സ് ഓഫ് ദ ബിസിനസ്. അല്ലേ, ഇത് രണ്ടും ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനാണ് എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ സൗണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ? അസറ്റ്സിന് ഈക്വൽ ആയിട്ടാണോ ലാബിലിറ്റി ഉള്ളത്, അല്ലെങ്കിൽ അസറ്റ്സിനേക്കാൾ കൂടുതൽ ലാബിലിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ അസറ്റ്സ് വസ്തുവകകൾ എന്തൊക്കെയാണ്, നമ്മുടെ ലാബിലിറ്റീസ് എന്തൊക്കെയാണ്, അല്ലെ നമ്മുടെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ പറ്റിയുള്ള ഒരു കൃത്യമായ വിവരം കൊടുക്കുക എന്ന് പറയുന്നതും അക്കൗണ്ടിങ്ങിൻ്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ്, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ്. നാലാമതായിട്ട് നോക്കൂ, ടു മേക്ക് ഇൻഫർമേഷൻസ് അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞത് ആ യൂസേഴ്സിനെ പറ്റിയാണ്. ഇവർക്കൊക്കെ ആവശ്യമായ ഓണേഴ്സ്, മാനേജ്മെന്റ്, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, എംപ്ലോയീസ്, ഗവൺമെന്റ്, കസ്റ്റമേഴ്സ്, സെക്യൂരിറ്റി അനലിസ്റ്റ്, അഡ്വൈസേഴ്സ്, റിസർച്ചേഴ്സ്, സ്കോളേഴ്സ്, മീഡിയ, ധാരാളം ആളുകളുണ്ട്. ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ഓർ യൂസേഴ്സ്. കണ്ടോ, നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും അക്കൗണ്ടിങ്ങിൻ്റെ നാലാമത്തെ ഒബ്ജക്റ്റീവാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണ്. ഇവിടെ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയാം, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്ന് പറയാം. പ്രധാനമായിട്ടും 3 ടൈപ്പ് അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിന് ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ച് എന്നൊക്കെ നമ്മളിതിനെ വിശേഷിപ്പിക്കാറുണ്ട്. വാട്ട് ആർ ദ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് ചോദിച്ചാലും നമുക്ക് ഈ തരത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ഇനി നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. നന്നായി ശ്രദ്ധിക്കുക എല്ലാവരും. ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒബ്ജക്റ്റീവ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അതിൽ ഒന്നാമത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ +1 അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്, അല്ലേ? എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഫൈനൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അങ്ങനെ ചുരുക്കി ഏറ്റവും സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഫൈനൽ അക്കൗണ്ട്സ്, അതായത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്, ഇങ്ങനെയൊക്കെ പറയാം. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമതായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആണ്, അല്ലേ? മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിംഗ് which provides necessary information to management for taking managerial decisions and actions എന്ന മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? ഇറ്റ് പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്. അതിലൂടെയാണ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ ഡിസ്ചാർജിങ് ദ ഫങ്ഷൻസ് ഓഫ് ദി മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ചാണ് യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്, അല്ലേ? അപ്പോൾ അവിടെ ഇത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ അവിടുത്തെ കോസ്റ്റിനെ പറ്റി. അവിടെ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ശ്രദ്ധിക്കണം. കോസ്റ്റ് അക്കൗണ്ടിങ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് എന്ന്, അല്ലേ? നമുക്കറിയാം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അങ്ങനെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പറ്റൂ? ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എങ്ങനെ കോസ്റ്റ് എത്രത്തോളം ഉണ്ട്, ആ കോസ്റ്റിനെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, കോസ്റ്റിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ബ്രാഞ്ചാണ് അല്ലെങ്കിൽ 3 ടൈപ്പ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെക്കുറിച്ചാണ്, അല്ലേ? അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. നമ്മളിപ്പം ഇങ്ങനെ 3 ടൈപ്പ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ള ഭാഗമാണ്
നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. എന്തൊക്കെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് റിലയബിലിറ്റിയാണ്, അല്ലേ? റിലയബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് സെഡ് ടു ബി റിലയബിൾ if it is free from errors and bias. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് റിലയബിൾ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? അതിൽ എറേഴ്സ് ഉണ്ടാവാൻ പാടില്ല, അതിൽ ബയാസ് ഉണ്ടാവാൻ പാടില്ല. ബയാസും എറേഴ്സും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് എന്തെന്ന് പറയുക, റിലയബിൾ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുക, അതിൻ്റെ റെലവൻസ്. എന്താ റെലവൻസ് എന്ന് പറഞ്ഞാൽ? ഇൻഫർമേഷൻ ഈസ് ടു ബി റെലവൻറ്റ്, ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. ഒന്ന് അത് റെലവൻ്റ് ആവണമെന്ന് മാത്രമല്ല, അത് നമുക്ക് ടൈംലി എന്താവുകയും കൂടെ വേണം, അവൈലബിൾ ആവുകയും കൂടെ വേണം എന്നുള്ളതും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡബിലിറ്റിയാണ്, അല്ലേ? ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ടു ഹും ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. നമ്മളിത് ആർക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്കത് മനസ്സിലാവണം. അപ്പോൾ അതിനെയാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്താണ്? കമ്പയറബിലിറ്റിയാണ്, അല്ലേ? നാലാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, കമ്പയറബിലിറ്റിയാണ്. എന്താ കമ്പയറബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഷുഡ് ഹാവ്, നാലാമത്തെ പോയിന്റ് കമ്പയറബിലിറ്റിയാണ്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഷുഡ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പയറബിലിറ്റി. നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റണം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ഫേമിലെ ഡാറ്റ തന്നെ ഒരു കൊല്ലത്തെ ഡാറ്റ കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം, നമ്മുടെ ഡാറ്റ മറ്റുള്ള ഫേമുകളുടെ ഡാറ്റയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം, അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കമ്പാരിസണുകൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അതും നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഒരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാവുന്ന 4 പോയിന്റുകളാണ്. എളുപ്പത്തിൽ ഇത് പഠിക്കാവുന്നതാണ്. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി. ഇനി നമ്മൾ ഇതിലെ മറ്റൊരു ഭാഗത്തേക്ക് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങും ബുക്ക് കീപ്പിങ്ങും പണ്ട് കാലത്തൊക്കെ ബുക്ക് കീപ്പിംഗ് എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ +1 പഠിച്ചിരുന്ന പുസ്തകം ബുക്ക് കീപ്പിംഗ് എന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പോൾ നമ്മളത് കുറച്ചും കൂടെ ടോപ്പിക്സ് ഒക്കെ ആഡ് ചെയ്ത് അത് അക്കൗണ്ടിങ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എപ്പോഴും ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിക്കാൻ, അതിൻ്റെ ഡിഫറൻസ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാതെ എന്താണ് ബുക്ക് കീപ്പിങ്ങും എന്താണ് അക്കൗണ്ടിങ്ങും എന്നുള്ളത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഡിഫറൻസ് പഠിക്കുന്നതിലൂടെ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് നേരിട്ട് ഇതിലെ ആദ്യത്തെ ഓരോ പോയിന്റുകളിലേക്ക് പോകാം. നോക്കുക, ബുക്ക് കീപ്പിംഗ് എന്നുള്ള ടേം നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് ഡിനോട്ട്സ് മിയർ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇതൊരു ജസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അപ്പോഴാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴാണ്? ഇറ്റ് ഡിനോട്ട്സ് ദ ആക്ച്വൽ റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. ആദ്യത്തെ പോയിന്റ് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി, അല്ലേ? ഇറ്റ് ഡിനോട്ട്സ് മിയർ റെക്കോർഡിംഗ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാവുന്ന ഒരു പോയിന്റ്, ഇറ്റ് ഈസ് മിയർ റെക്കോർഡിംഗ്, ഇറ്റ് ഈസ് ആക്ച്വൽ റെക്കോർഡിംഗ്. ഒന്ന് മിയർ റെക്കോർഡിംഗ് ആണ്, ഒന്ന് ആക്ച്വൽ റെക്കോർഡിംഗ് ആണ്. എന്താ റെക്കോർഡ് ചെയ്യുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇറ്റ് ജസ്റ്റ് മെയിൻറ്റെയിൻ ഇൻഫർമേഷൻസ് about a business in books of account. It is just maintain ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇൻഫർമേഷൻസ് അബൌട്ട് ദ ബിസിനസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു? അത് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ മെയിൻ്റനൻസ് മാത്രമല്ല, ഇറ്റ് അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്. നമ്മൾ പറഞ്ഞു, ഒരുപാട് സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു, അല്ലേ? അതിൻ്റെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുക, അതിൻ്റെ അക്കൗണ്ടിങ് എന്നുള്ള ടേം നമ്മളവിടെ ഉപയോഗിക്കുന്നത്. മൂന്നാമത് നോക്കൂ, ഇറ്റ് ആക്ച്വലി റെക്കോർഡ്സ് ബിസിനസ് ട്രാൻസാക്ഷൻ. ഇവിടെ ജസ്റ്റ് ഒരു ആക്ച്വലി റെക്കോർഡ്സ് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്നാണ്. ഇവിടെയൊക്കെ വരുന്ന സമയത്തോ ഇവിടെ അത് റെക്കോർഡ് ചെയ്താൽ മാത്രം മതി. പക്ഷേ ഇറ്റ് ലേസ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ്. ഇവിടെ അതിൻ്റെ റൂൾസ് നോക്കണം, അതിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കണം. ഇതെല്ലാം വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ എന്തെന്നുള്ള ടേം ഉപയോഗിക്കുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ടേം നമ്മൾ ഉപയോഗിക്കും. ഇറ്റ് ലേസ് ഡൗൺ ദ പ്രിൻസിപ്പിൾസ് ആൻഡ് റൂൾസ്. ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് റെക്കോർഡിംഗ് ആണ് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് ക്ലറിക്കൽ ആൻഡ് നോട്ട് റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ. കേട്ടോ, ഇറ്റ് ഈസ് ക്ലറിക്കൽ. ഈ പോയിന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ കുറച്ച് ചുരുക്കി എഴുതിയതാണ്. ഇറ്റ് ഈസ് ക്ലറിക്കൽ ഇൻ നേച്ചർ. അതുകൊണ്ട് തന്നെ നോട്ട് റിക്വയർഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ. ഇപ്പോൾ ഇത് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രത്യേക നോളജോ സ്കില്ലോ ഒന്നും ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരാൾക്കും എന്ത് ചെയ്യാം, ബുക്ക് കീപ്പിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ അക്കൗണ്ടിങ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ. ആൾക്ക് ഇങ്ങനെ ഇതിൻ്റെ റൂൾസിനെ പറ്റിയും അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസിനെ പറ്റിയും അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നല്ല രീതിയിലുള്ള അതിൻ്റെ നോളജും അതേപോലെ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കില്ലും ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അങ്ങനെ സ്കില്ലിൻ്റെയും സ്പെഷ്യലൈസ്ഡ്, ഇവിടെ നമ്മൾ നോട്ട് റിക്വയർഡ് സ്കിൽസ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ എങ്കിൽ പോലും, അവിടെ അടിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും എന്തോടെ പറയാവുന്നതാണ്, ഈ സ്ലൈഡ് അടിച്ച സമയത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും അവിടെ എന്തോടെ പറയാവുന്നതാണ്, സ്പെഷ്യലൈസ്ഡ്
നോളജും കൂടെ ഇവിടെ ചേർത്ത് പറയാവുന്നതാണ്. ഇറ്റ് ഈസ് ക്ലറിക്കൽ ഇൻ നേച്ചർ ആൻഡ് നോട്ട് റിക്വയേർഡ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇറ്റ് റിക്വയേഴ്സ് സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ എന്നുള്ള രീതിയിൽ നമുക്കിത് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ചാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ അക്കൗണ്ട് ക്ലർക്ക്. ഇത് പെർഫോം ചെയ്യുന്നത് ഇവിടെ ബുക്ക് കീപ്പിംഗിൽ ഇത് പെർഫോം ചെയ്യുന്നത് അക്കൗണ്ട് ക്ലർക്ക് ആണെങ്കിൽ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ ക്വാളിഫൈഡ് അക്കൗണ്ടന്റ്. ഇത് പെർഫോം ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ ഈ കമ്പാരിസണിലൂടെ ഇപ്പം നമ്മൾ പറഞ്ഞ ഇത്തരത്തിലുള്ള ഡിഫറൻസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ രണ്ട് ടേമിനെ പറ്റി, എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നും എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇത് ഉപകാരപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം മെറിറ്റ്സിലേക്ക് പോകാം അല്ലേ. ഒരു ചിലതൊക്കെ തന്നെ ഒന്ന് മെറിറ്റ് ആവുന്നത് മറ്റൊരു രീതിയിൽ ഡിമെറിറ്റ് ആവുന്നത് നമുക്ക് കാണാൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് നോക്കൂ, ഇറ്റ് സെർവ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. ഇവിടെ അക്കൗണ്ടിങ് സെർവ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെ. അക്കൗണ്ടിങ് പ്രൊവൈഡ്സ്, സെർവ്സ് എന്ന് തന്നെ പറയണമെന്നില്ല, അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അക്കൗണ്ടിങ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇറ്റ് സെർവ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ, ഇറ്റ് പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. കഴിഞ്ഞ ഒരുപാട് കാലങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് ഈ പറഞ്ഞത്. എന്നാൽ അതേ പോയിന്റ് തന്നെ ഡിമെറിറ്റ് ആയിട്ട് വരുന്നത് നോക്കൂ, ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ഹിസ്റ്റോറിക്കൽ ഡാറ്റ. നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഡാറ്റ അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു പോയിന്റ് തന്നെ ചിലത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ രീതിയിൽ എഴുതിയിട്ടുള്ളത്. ഇറ്റ് സെർവ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നതെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എന്നാണ് പറയുന്നതെങ്കിൽ, ഇറ്റ് പ്രൊവൈഡ്സ് ഓൺലി ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും കൂടി വേണ്ടി വരും. ഇപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ, മാനേജ്മെൻറ്റ് തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളും കൂടെ വേണ്ടി വരും. അതൊന്നും നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫെയിൽസ് ടു പ്രൊവൈഡ് എന്ത് ഫ്യൂച്ചറിസ്റ്റിക് അങ്ങനെയുള്ള ഭാവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റയും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതിന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഡിമെറിറ്റ്. പക്ഷേ ഹിസ്റ്റോറിക്കൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് മെറിറ്റായിട്ട് നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കുക, ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ. എന്താ? ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്കറിയാം. നമ്മൾ ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ പറഞ്ഞ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അതേപോലെ തന്നെ പൊസിഷണൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതായത് ബാലൻസ് ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ടാണ് ഇറ്റ് ഫെസിലിറ്റേറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ്, പൊസിഷണൽ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, പൊസിഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് സപ്ലൈസ് ഇൻഫർമേഷൻ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ്. നമ്മൾ നേരത്തെ ഒരുപാട് ആളുകളെ പറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇറ്റ് സപ്ലൈസ് ഇൻഫർമേഷൻ ടു ഓൾ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിൽ ആ രീതിയിൽ ഇത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അക്കൗണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് ഡിസിഷൻ, മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ ആക്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആണെങ്കിലും അത് പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് പറ്റുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലേ. നമ്മൾ ഒരേപോലെയുള്ള മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിൽ ഒരുപാട് കാലം ഒരേപോലെയുള്ള മെത്തേഡ്സും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിറ്റീവ് സ്റ്റഡി, ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താനായിട്ട് പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ്. നമ്മൾ അവിടെ നിന്നുള്ള എല്ലാ ട്രാൻസാക്ഷനുകളും നമുക്കറിയാം, അവിടെ സോഴ്സ് ഡോക്യുമെൻറ്റുകൾ അല്ലേ. ഒരു അക്കൗണ്ടിങ് ഡാറ്റ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിൽ ജേർണൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെയൊക്കെ അല്ലേ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് കൺസെപ്റ്റ് പ്രകാരം അവിടെയുള്ള എല്ലാ ട്രാൻസാക്ഷനുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു എവിഡൻസ്, ഒരു ഒബ്ജക്റ്റീവ് എവിഡൻസ് അല്ലേ, വെരിഫയബിൾ എവിഡൻസ് അവിടെ ഉണ്ടാകുമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഡിസ്കസ് ചെയ്യാവുന്ന. ഇറ്റ് പ്രൊവൈഡ്സ് എവിഡൻസ്, അതായത് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്, വെരിഫയബിൾ എവിഡൻസ് കൺസെപ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നടന്ന എല്ലാ ഡാറ്റയെക്കുറിച്ചുമുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയും കൊണ്ടുള്ള ഒരു എവിഡൻസ്, ഒരു വൗച്ചർ, ബില്ല്, റെസീറ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡിമെറിറ്റിലെ ആദ്യത്തെ പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് എന്ത് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ? ഹിസ്റ്റോറിക്കൽ ഡാറ്റ മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കൺസേൺ ആസ് എ ഹോൾ. നമുക്ക് ഒരു ബിസിനസിന്റെ ഇവിടെ നമ്മൾ പറഞ്ഞു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ബിസിനസ് ആസ് എ ഹോൾ എന്നുള്ള രീതിയിലാണ്. അതായത് ആ ബിസിനസ്സിന് മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ 2 പ്രോഡക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഒരു പ്രോഡക്റ്റ് വൈസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല, സെക്ഷണൽ വൈസ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല.
ചിലപ്പോൾ ഒരു സെഷനിൽ ലാഭമായിരിക്കും, മറ്റൊരു സെഷനിൽ ചിലപ്പോൾ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം. ആ നഷ്ടമുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ ചിലപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് കഴിയാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ കൺസേൺ ആസ് എ ഹോൾ. ഇറ്റ് പ്രൊവൈഡ്സ് ആഗ്രിഗേറ്റ് ഇൻഫർമേഷൻ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഓൺലി ആഗ്രിഗേറ്റ് ഇൻഫർമേഷൻ. അതിനിങ്ങനെ സബ്ഡിവൈഡ് ചെയ്ത് ഓരോ യൂണിറ്റിൻ്റെയും പ്രോഫിറ്റോ അല്ലെ ഓരോ സെക്ഷനുകളുടെയും പ്രോഫിറ്റോ അല്ലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആയിട്ടുള്ള പ്രോഫിറ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറ്റാറില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആഗ്രിഗേറ്റ് ആയിട്ടുള്ള പ്രോഫിറ്റാണ് നമ്മൾ കണ്ടെത്തുന്നത്, ആഗ്രിഗേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുകയാണ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ കൺസേൺ ആസ് എ ഹോൾ. നമുക്ക് ഡിവിഷണൽ വൈസായിട്ടോ സെക്ഷണൽ വൈസായിട്ടോ യൂണിറ്റ് വൈസായിട്ടോ ഒന്നും നമുക്ക് എന്ത് കിട്ടില്ല, ഇൻഫർമേഷൻസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് റെക്കോർഡ്സ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ്. നമ്മൾ പറഞ്ഞു അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ അവർ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി, അങ്ങനെയുള്ളത് മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. എന്നാലോ അത് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട്, അതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇറ്റ് ഷോ ഓൺലി ആക്ച്വൽ കോസ്റ്റ്. നമുക്ക് ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങിയ ദിവസമുള്ള ഡേറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ അതിൻ്റെ വിലയിലൊക്കെ തന്നെ വർധനവ് വന്നിട്ടുണ്ടാവാം. ആ വർധനവൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ അക്കൗണ്ടിങ് നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. ആക്ച്വൽ കോസ്റ്റ് നമ്മൾ വാങ്ങിയ എന്നുള്ള വില മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ യൂസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് റെഡ്യൂസസ് ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പറയൂ ഇത് കമ്പയർ ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. കമ്പയർ ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരേപോലെയുള്ള മെത്തേഡുകൾ എല്ലാ വർഷവും നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ ഡാറ്റകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനും അത് റിലയബിൾ ആവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്താൽ യൂസ് ഓഫ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ് റെഡ്യൂസസ് ദ റിലയബിലിറ്റി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിൻ്റെ റിലയബിലിറ്റി ഇല്ലാതാക്കും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡുകൾ ഇങ്ങനെ തുടരെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ പ്രകാരം നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മെത്തേഡിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ആ മെത്തേഡുകൾ മാറ്റുന്നത് കൊണ്ട് നമ്മുടെ ഈ കമ്പാരിസൺ പോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ റിലയബിലിറ്റിയൊക്കെ തന്നെ ഇത് ബാധിക്കുന്നതിന് വേണ്ടിയുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അഞ്ചാമത്തെ ഡീമെറിറ്റ്. ഇപ്പം നമ്മളിവിടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ വളരെ എളുപ്പത്തിലുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ വേർഡുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു 10-20ഓളം ടേംസ് ഉണ്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതിൽ പല ടേംസും നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അല്ലാത്തത് മാത്രം ഒരല്പം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവസാനിക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കുക, ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ബിസിനസ്സിൽ ധാരാളം ട്രാൻസാക്ഷൻസ് ഉണ്ട്. നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ അത് പണത്തിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പണമോ അല്ലെങ്കിൽ മണി ഈസ് വർത്ത് അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള മോണിറ്ററി ടേംസ്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസ്. അങ്ങനെയുള്ളതാവണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതിൽ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ദെൻ മൂന്നാമത്തെ ടേം ശ്രദ്ധിക്കുക, അസറ്റ്. എന്തിനാണ് അസറ്റ് എന്ന് പറയുന്നത്? ഒരു മെറ്റീരിയൽ തിങ്സ് അല്ലെങ്കിൽ പൊസഷൻസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സിനെ നമുക്ക് എന്തൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഈ അസറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് അക്വേർഡ് ഫോർ എ ലോങ്ങർ പീരിയഡ്, ഒരുപാട് കാലത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാവുന്നതാണ്? ഫിക്സഡ് അസറ്റ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. അസറ്റ്സ് അക്വേർഡ് ഫോർ എ ലോങ്ങർ പീരിയഡ് ആർ കോൾഡ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ, വേസ്റ്റിംഗ്, ഫിക്റ്റീഷ്യസ്. ശ്രദ്ധിക്കുക, ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇങ്ങനെ വീണ്ടും നമുക്ക് ഫിക്സഡ് അസറ്റിനെ ഡിവൈഡ് ചെയ്യാം. അതിൽ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും തൊട്ട് നോക്കാനും ഒക്കെ പറ്റുന്ന ടൈപ്പ് അസറ്റിനെയാണ് ടാഞ്ചിബിൾ എന്ന് പറയാം. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് കനോട്ട് ബി സീൻ ഓർ ടച്ച്ഡ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അസറ്റിനെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയാം. ഉദാഹരണത്തിന് ഗുഡ് വിൽ, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആയിട്ടാണ് പറയാറ്.
ദെൻ വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത് മൈൻ, ക്വാറീസ് ഒക്കെ പോലെയുള്ള നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനനുസരിച്ച് എക്സോസ്റ്റ് ചെയ്യപ്പെടുന്ന അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന് വാല്യൂ ഇല്ല, പക്ഷേ അസറ്റ് സൈഡിൽ നമുക്ക് കാണിച്ചാൽ മാത്രമേ, ചില ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് കാണിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ കാണിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ പോലെയുള്ള അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സ് വിച്ച് ഹാവ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺ, അതിനെയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് പ്രിലിമിനറി എക്സ്പെൻസ് ഒക്കെ തന്നെ നമുക്ക് പറയാവുന്നതാണ്. കറണ്ട് അസറ്റ് വളരെ എളുപ്പത്തിൽ ഡിസ്കസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോകാവുന്ന അസറ്റാണ് കറണ്ട് അസറ്റ്. ഈ അസറ്റ്സിൻ്റെ പ്രത്യേകത നമ്മൾ ഫിക്സഡ് അസറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു, അക്വേർഡ് ഫോർ എ ലോങ്ങർ പീരിയഡ് ആണെങ്കിൽ ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് ആണ്. വളരെ കുറഞ്ഞ കാലത്തേക്ക് നമ്മൾ ഹെൽഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള അസറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, കറണ്ട് അസറ്റ്. ഉദാഹരണത്തിന് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ബിൽസ് റിസീവബിൾ, ഡെറ്റേഴ്സ്, ഇതെല്ലാം കറണ്ട് അസറ്റിന് എക്സാമ്പിൾസ് ആണ്. ദെൻ ലാബിലിറ്റീസിലേക്ക് പോകുന്നതാണ്. ദെൻ എന്താണ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓസ് ടു അതേഴ്സ് ഫോർ മണി ബോറോഡ് ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസറ്റ്സ് പർച്ചേസ്ഡ്. ഉണ്ടോ? അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് എമൗണ്ട്സ് വിച്ച് എ ബിസിനസ് ഓസ് ടു അതേഴ്സ്, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള എമൗണ്ടാണ്. അത് ഒന്നുകിൽ പണം കടം വാങ്ങിയത് കൊണ്ടാവാം, ബാങ്കിൽ നിന്നോ മറ്റും പണം നമ്മൾ കടം വാങ്ങിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തത് കൊണ്ടാവാം. ഗുഡ്സ് എങ്ങനെ പർച്ചേസ് ചെയ്യണം? ഗുഡ്സും അസറ്റ്സും ഒക്കെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ള നമ്മുടെ ബാധ്യതയെയാണ് നമ്മൾ ലാബിലിറ്റി എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലാവാം. ഒന്നാമത്തത് കറണ്ട് ലാബിലിറ്റി. കറണ്ട് ലാബിലിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഡ്യൂ ആൻഡ് പേബിൾ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ഓഫ് ടൈം, വളരെ കുറഞ്ഞ പീരിയഡ് കൊണ്ട്, വളരെ കുറഞ്ഞ ഒരു വർഷത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട അത്തരത്തിലുള്ള ലാബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. ഫിക്സഡ് ലാബിലിറ്റി എന്ന് പറഞ്ഞാലോ അത് നമുക്ക് കുറച്ചുകൂടെ സമയം എടുത്തുകൊണ്ട്, കുറച്ച് ലോങ്ങർ പീരിയഡിലേക്ക്, ഇപ്പം 5 വർഷത്തിൽ കൂടുതൽ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങനെ തിരിച്ചടയ്ക്കുന്ന അത്തരത്തിലുള്ള ലാബിലിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫിക്സഡ് ലാബിലിറ്റി, പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരിയഡ്. അങ്ങനെ വരുമ്പോഴാണ് അതിന് ഫിക്സഡ് ലാബിലിറ്റി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ, അതിനെയാണ് എന്തെന്ന് പറയുക, ക്യാപിറ്റൽ എന്ന് പറയുക. ബിസിനസ്സിൽ നിന്നും എമൗണ്ട് ഓണർ വിഡ്രോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. എന്താണ് റവന്യൂസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട്സ് ദ ബിസിനസ് ഏൺസ് ബൈ സെല്ലിങ് ഇറ്റ് പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റൊക്കെ വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റവന്യൂസ് എന്ന് പറയുന്നത്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ്റ്റ് ഇൻകേർഡ് ടു ഏൺ റവന്യൂ, ഈ റവന്യൂ കിട്ടുന്നതിന് വേണ്ടി, ഇവിടെ മേലെ സൂചിപ്പിച്ച റവന്യൂ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. എന്താണ് ലോസസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ, അതായത് നമ്മുടെ എക്സ്പെൻസസ്, എക്സസ് ഓഫ് എക്സ്പെൻസസ്, എക്സ്പെൻസ് കൂടുകയും അതുപോലെ റവന്യൂ കുറയുകയും ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ either from business or others, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ കൊണ്ടോ അല്ലാതെയോ ഒക്കെ തന്നെ നമ്മുടെ നെറ്റ്വർത്തിലുണ്ടാകുന്ന ഇൻക്രീസിനെയാണ് നമ്മൾ എന്തെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇൻകം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളാണ്. എക്സ്പെൻഡിച്ചർ നോക്കുക, എന്താണ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ, എക്സ്പെൻഡിച്ചർ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്, യൂഷ്വലി ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ, അല്ലേ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ്, നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുള്ള നമ്മുടെ മൊത്തം റിസോഴ്സസിനെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു കാര്യം, യൂഷ്വലി ഇറ്റ് ഈസ് ലോങ് ടേം ഇൻ നേച്ചർ, അത് ഒരുപാട് കാലത്തേക്ക് ഉള്ള രീതിയിലായിരിക്കും, അല്ലേ? ലോങ് ടേം ആയിരിക്കും സാധാരണ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അല്ലേ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ, ചിലപ്പോൾ നമ്മൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയാറുണ്ട്. അതിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടില്ലെങ്കിലും അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് പറയാവുന്നതാണ്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഇറ്റ് ഈസ് ഐദർ ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ഓഫ് എൻ അസെറ്റ് ഓർ ഫോർ ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ നമ്മൾ ഇൻകർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാവാം? ഒന്നുകിൽ നമ്മൾ അക്വിസിഷൻ ഓഫ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയാവാം. ഇപ്പോൾ ലാൻഡ് വാങ്ങിക്കാൻ, പ്ലാന്റ് വാങ്ങിക്കാൻ, ബിൽഡിംഗ് വാങ്ങിക്കാൻ, മെഷീനറി വാങ്ങിക്കാൻ, ഇങ്ങനെ വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മൾ ചിലവാക്കിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അല്ലേ? ഓർ ഫോർ ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഏണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിലും അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലോ, ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയേഴ്സ് വിത്തിൻ എ ഇയർ. നോക്കൂ, റവന്യൂ എക്സ്പെൻഡിച്ചർ പ്രത്യേകം എന്താ? ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയേഴ്സ് വിത്തിൻ എ ഇയർ. അവിടെ നേരത്തെ ലോങ് പീരീഡ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് വിത്തിൻ എ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ
ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ അത് എക്സ്പയർഡ് ആവും. ഒരു കൊല്ലത്തേക്കുള്ള അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറാണ് എന്തെന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്നുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇറ്റ് ഈസ് ഐദർ ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ഓഫ് എൻ അസറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് പറഞ്ഞത് ഇൻക്രീസിങ് ദ ഏണിംഗ് കപ്പാസിറ്റി എന്നാണ് പറഞ്ഞതെങ്കിൽ ഇവിടുത്തെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഇഫ് ദ ബെനിഫിറ്റ് ഓഫ് എൻ ഐറ്റം ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയേഴ്സ്, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു കൊല്ലം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ കൊല്ലവും നമുക്ക് ചിലവാകുന്ന ഒരു വർഷത്തേക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അത്തരത്തിലുള്ള എല്ലാ എക്സ്പെൻഡിച്ചറിനെയും നമുക്ക് എന്തെന്ന് പറയാവുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാവുന്നതാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിലും ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ചിലപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ പോലെയുള്ള ഒരുപാട് എമൗണ്ട് നമ്മൾ ചിലവാക്കുകയും പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെ അഡ്വർടൈസ്മെൻറ്റ് പോലെയുള്ള എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ചിലപ്പോൾ എന്തെന്ന് വിളിക്കാറുണ്ട് അഡ്വർടൈസ്മെൻറ്റ് വലിയ തുക നമ്മൾ ചിലവാക്കുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെറിയൊരു തുക ഒരു വർഷത്തേക്ക് ചിലവാക്കുന്നതിനെ പറ്റിയല്ല നമ്മൾ പറഞ്ഞത്. വലിയ എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് വലിയ ഒരു ക്യാമ്പയിനൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അത്തരത്തിൽ നമ്മൾ ചിലവാക്കുകയും അതിനെ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും പിന്നീടുള്ള വർഷങ്ങളിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതിനെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാറുണ്ട്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ അല്ലേ, എക്സസ് ഓഫ് റവന്യൂസ് ഇൻ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ എക്സസ് ആണ് പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെങ്കിൽ എന്താ നമുക്ക് എക്സസ് ഓഫ് റവന്യൂ എക്സസ് ആയിട്ടുണ്ടാകുമ്പോൾ മാത്രമാണ് അല്ലേ എക്സ്പെൻസിനേക്കാൾ നമ്മുടെ എക്സ്പെൻസിനേക്കാൾ നമുക്ക് റവന്യൂ കൂടുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ എന്തുണ്ടാവുക പ്രോഫിറ്റ് ഉണ്ടാവുക. വളരെ സിമ്പിളായിട്ടുള്ള ടേംസ് ആണ് ഇതെല്ലാം, ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. എന്താ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കമ്മോഡിറ്റീസ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ സെയിൽ. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താ നമ്മൾ വിൽക്കാൻ വേണ്ടി വാങ്ങിയ സാധനത്തെയാണ്. അപ്പോൾ നമ്മളൊരു സാധനം ഒരു ബിസിനസ്സിൽ ഗുഡ്സായിട്ടും അസറ്റായിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഡീലറെ സംബന്ധിച്ചിടത്തോളം ക്ലോത്ത് എന്ന് പറയുന്നത് അയാളുടെ ഗുഡ്സാണ്, ടെക്സ്റ്റൈൽ ഡീലർ. അപ്പോൾ അയാൾ ടെക്സ്റ്റൈൽ സാധനങ്ങളാണ് അയാൾ ക്ലോത്തും കമ്മോഡിറ്റീസും ഒക്കെ ആണ്, അങ്ങനെയുള്ള കമ്മോഡിറ്റീസാണ് അയാൾ വാങ്ങുന്നത്. അപ്പം അയാൾക്ക് അത്തരത്തിലുള്ള ടെക്സ്റ്റൈൽ സാധനങ്ങൾ ക്ലോത്ത് എന്ന് പറയുന്നത് അയാൾക്ക് ഗുഡ്സാണ്. പക്ഷേ അയാളൊരു ഫർണിച്ചർ വാങ്ങിയാൽ ആ ഫർണിച്ചർ എന്ന് പറയുന്നത് അയാൾക്ക് അസറ്റാണ്. കാരണം ഫർണിച്ചർ അയാൾ വാങ്ങിയത് വിൽക്കാനല്ല, ക്ലോത്ത് വാങ്ങിയത് അയാൾ വിൽക്കാനാണ്. അപ്പോൾ ഗുഡ്സും അസറ്റും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ദെൻ പർച്ചേസസ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എന്താ ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ബിസിനസ് ബോത്ത് ഫോർ ക്യാഷ്, അപ്പോൾ ക്യാഷ് പർച്ചേസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്രെഡിറ്റ്, അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയും. ആർ മീൻ ഫോർ സെയിൽ, ഈ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഒരു ട്രേഡർ ആണെങ്കിൽ അയാൾക്ക് അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അയാളത് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക എന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ദെൻ സെയിൽസ്, എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ, എന്താ നമ്മൾ വാങ്ങിയിട്ടുള്ള ഗുഡ്സ് നമ്മൾ വിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന എമൗണ്ടിനെയാണെന്തെന്ന് പറയുന്നത് സെയിൽ പ്രൊസീഡ്സ് എന്നൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ദെൻ 18ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോക്കാണ്. എല്ലാവർക്കും അറിയാം സ്റ്റോക്ക് എന്ന് പറയുന്നത് ദ ഗുഡ്സ് ലൈയിങ് വിത്തിൻ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗിവൺ ഡേറ്റ് അല്ലേ. അത് ആ രീതിയിൽ പറയാൻ കാരണം ഇത് നമുക്കറിയാം ഏറ്റവും അവസാനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ബാക്കി വരുന്നതിനെയാണ് നമ്മളെന്ന് പറയുക ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. അങ്ങനെ അവസാനം ഒരു വർഷം ബാക്കി വന്നത് അടുത്ത വർഷം എന്തായി മാറും, ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറും. അപ്പോൾ ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ് അടുത്ത വർഷം എന്തായി മാറുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കായി മാറുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഡെറ്റേഴ്സ് അതേ ക്രെഡിറ്റേഴ്സ്, ഈ രണ്ട് കാര്യങ്ങളൂടെ പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാവുന്നതാണ്. എന്താണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്? ഡെറ്റേഴ്സിനെ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് കൂടെ പറയാറുണ്ട്. എന്താ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുള്ള ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെറ്റേഴ്സ് ബിൽസ് റിസീവബിൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചിലപ്പോൾ എന്തെന്ന് പറയാറുണ്ട് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയും. ഡെറ്റേഴ്സ് എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾ എന്നുള്ള ടേംസും കൂടെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഡെറ്റേഴ്സും ബിൽസ് റിസീവബിൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഡെറ്റേഴ്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്തെന്ന് പറയാണ്ട് അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയാറുണ്ട്. അസറ്റാണ്. എ പേഴ്സൺ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ് ആസ് ഹി ഹാസ് റിസീവ്ഡ് സം ബെനിഫിറ്റ് ഫ്രം ദ ബിസിനസ്. വെറുതെ അല്ല, ബിസിനസ്സിൽ നിന്നും ചിലപ്പോൾ അദ്ദേഹത്തിന് പല ബെനിഫിറ്റും കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ അയാൾ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഗുഡ്സ് വാങ്ങിയത് ക്രെഡിറ്റിനായിരിക്കും, അയാൾ ബിസിനസ്സിലേക്ക് ക്യാഷ് തരാനുണ്ട്. അങ്ങനെ ക്യാഷ് തരാനുള്ള ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ തിരിച്ച് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് നേരത്തെ അക്കൗണ്ട്സ് റിസീവബിൾ പറഞ്ഞതുപോലെ ഇവിടെ എന്തെന്ന് പറയാവുന്നതാണ് അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറയാവുന്നതാണ് അല്ലേ. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ പേഴ്സൺ, ഇത് എപ്പറന്ന് ഇവിടെ വന്നിട്ടുള്ളൂ, അത് ശ്രദ്ധിക്കണം, പേഴ്സൺ എന്ന് തിരുത്തി വായിക്കണം. എ പേഴ്സൺ ടു ഹും ദ ബിസിനസ് ഓസ് മണി. ഒരു വ്യക്തി, അയാൾക്ക് നമ്മൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യാനുണ്ട്? ടു ഹും ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുണ്ട്. അങ്ങനെ ബിസിനസ് വെറുതെ ക്യാഷ് കൊടുക്കാനുണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ആസ് ഹി ഹാസ് ഗിവൺ സം ബെനിഫിറ്റ് ടു ദ ബിസിനസ്. ചിലപ്പോൾ അയാളിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടാവും, ക്യാഷ് കൊടുത്തിട്ടുണ്ടാവില്ല.
അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ ഗുഡ്സ് വാങ്ങുക അല്ലെങ്കിൽ അസറ്റ് വാങ്ങുക, ക്യാഷ് കൊടുക്കാതിരുന്നാൽ നമ്മൾ അയാൾക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അങ്ങനെ കൊടുക്കാനുള്ള ആളുകളെയാണ് നമ്മളെന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്, അല്ലേ? അത് ചിലപ്പോൾ ബിൽസ് പേബിളും കൂടെ ചേർത്ത്, ക്രെഡിറ്റേഴ്സും ബിൽസ് പേബിളും കൂടെ ഒക്കെ ചേർത്ത് നമ്മളെന്ന് പറയാറുണ്ട് അക്കൗണ്ട്സ് പേബിൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 20ഓളം ടേംസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ചിലത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ചിലത് ചെറിയ പ്രയാസങ്ങളുണ്ടെങ്കിലും എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.